വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞങ്ങൾ വീണ്ടും ഒരു വ്ളോഗ് എടുക്കാൻ തീരുമാനിച്ചു. ബിക്കോസ് വി ആർ ഹെഡിങ് ടു ഹംപിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഞാനും ഹസ്ബൻഡും മോളും. അപ്പോൾ ഇന്നൊരു വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ചു. ഇത് ഞാൻ വോയിസ് ഓവർ ആക്ച്വലി കൊടുക്കുന്നില്ല, കാരണം വോയിസ് ഓവർ കൊടുക്കുമ്പോൾ എനിക്കത്ര ഓക്കെയാണ്. ബട്ട് എന്തോ ഇങ്ങനെ സംസാരിച്ച് നോക്കാം വ്ളോഗിൻ്റെ കൂടെ തന്നെ എന്ന് വിചാരിച്ചു. സൗണ്ടിൻ്റെ പ്രശ്നം വരുമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ എപ്പോഴും വോയിസ് ഓവർ കൊടുക്കുന്നത്. ഒരു ബിഗിനർ ആയതുകൊണ്ട് മൈക്കിലൊന്നും ഇനി ഇൻവെസ്റ്റ് ചെയ്തിട്ടില്ല ഞാൻ. അപ്പോൾ അറിയില്ല ഇതിൻ്റെ വോല്യൂം ഒക്കെ എങ്ങനെ ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട്. ഹോപ്പ്ഫുള്ളി ഇറ്റ് കംസ് ഔട്ട് വെൽ. അല്ലയോ, ഞാൻ ചില സ്ഥലങ്ങളിൽ ഞാൻ വോയിസ് ഓവർ കൊടുക്കേണ്ടി വരും, കാരണം തിരക്കുള്ള സ്ഥലങ്ങൾ. ഞാൻ ഇനിയൊന്നും ഡിസൈഡ് ചെയ്തിട്ടില്ല എങ്ങനെയാണ് എടുക്കേണ്ടത്, എന്തൊക്കെയാണ് കവർ ചെയ്യേണ്ടതോ ഒന്നുമില്ല. ജസ്റ്റ് എടുക്കണം എന്ന് തീരുമാനിച്ചു. എടുക്കണം. തരാം. താഴെ വീണ് പോയി അവളുടെ. അപ്പോൾ ഞാൻ കാണിച്ചു തരാം ഞങ്ങളുടെ ഹംപി ട്രിപ്പ് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന്. ഓക്കെ, വോയിസ് ഓവർ കൊടുക്കാതെ തന്നെ വ്ളോഗ് ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ നോയ്സ് ഒരുപാടുണ്ട് ട്രാവലിംഗ് ആയതുകൊണ്ട് തന്നെ. ഞാൻ എടുത്ത വീഡിയോയിലാണ് അതെനിക്ക് മനസ്സിലായത്. അപ്പം ഞാൻ കുറച്ച് ഭാഗങ്ങളിൽ വോയിസ് ഓവർ കൊടുക്കാമെന്ന് വിചാരിച്ചു. നില ഉറങ്ങുന്ന സമയമൊക്കെ നോക്കിയിട്ട് വേണം എനിക്ക് ഫുട്ടേജൊക്കെ ക്യാപ്ചർ ചെയ്യാനായിട്ട്. കുറച്ച് നേരം അവൾ ഉറങ്ങി, പിന്നെ അവൾ എണീറ്റപ്പോൾ അവളുടെ ഫുഡ് ടൈമായി. ഈ ട്രിപ്പൊക്കെ പ്ലാൻ ചെയ്യുമ്പോൾ കുട്ടികളുടെ ഫുഡും എല്ലാ സംഭവങ്ങളും ഹാൻഡി ആയിട്ട് വെച്ചിരിക്കണം. അവരെപ്പോഴാണ് അവരുടെ റൊട്ടീന് എപ്പോഴാണ് മാറുന്നതൊന്നും പറയാൻ പറ്റാത്തതുകൊണ്ട് അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ടാവും. ബട്ട് ഇറ്റ്സ് ഫൈൻ അല്ലേ. ഇതാണ് ഞങ്ങൾ ബുക്ക് ചെയ്ത റിസോർട്ട്. ഇവർക്ക് 3 റിസോർട്ട്സാണ് ഉള്ളത്. ഹംപി ബൗൾഡേഴ്സ്, ഫെദേഴ്സ് ആൻഡ് വിസ്കേഴ്സ് എന്ന് പറഞ്ഞിട്ട്. സോ ഫസ്റ്റ് 2 നൈറ്റ്സ് വന്നിട്ട് ഞങ്ങൾ ഹംപി ബൗൾഡേഴ്സിലും പിന്നെ 3rd ഡേ ഞങ്ങൾ ഹംപി ഫെദേഴ്സിലും ആയിട്ടാണ് സ്റ്റേ ചെയ്തത്. ഇതാണ് ഹംപി ബൗൾഡേഴ്സിൻ്റെ എൻട്രൻസ്. ഇറ്റ് വാസ് ആക്ച്വലി ടു ഗുഡ്. ഒരു സിറ്റി ലൈഫിൽ നിന്ന് കംപ്ലീറ്റ് ആയിട്ട് മാറി ഇങ്ങനെ ഫുൾ ഗ്രീനറി ഉള്ള ഒരു പ്ലേസിലേക്ക് പെട്ടെന്ന് പോകുമ്പോൾ ഉള്ള ഒരു ഫീൽ നന്നായിരുന്നു. അതും മോൾ ഇതൊക്കെ കൂടി എൻജോയ് ചെയ്യുമ്പോൾ എനിക്ക് അതും ഭയങ്കര ഇഷ്ടമാണ്. അവളിങ്ങനെ പുറത്തേക്ക് കൊണ്ടുപോയി അവൾക്കിതൊന്ന് കാണിച്ചു കൊടുക്കാനായിട്ട്. ഓൾദോ ഇൻ ഫ്യൂച്ചർ ഷി ഡസൻറ്റ് റിമെമ്പർ ഓൾ ഓഫ് ഇറ്റ്, ബട്ട് എൻ്റെ ഒരു സന്തോഷം, എനിക്കുള്ള മെമ്മറി അവളുടെ കൂടെ ഇതാണ്. Yeah. Yeah. No. Mana kakinya? Amu. ഉള്ളിൽ കുറേ നടക്കാനുണ്ടാവും. അവിടെ തന്നെ ഒരു ബഗ്ഗിയുണ്ട്, അതിൽ കയറി ഞങ്ങൾ ഇങ്ങനെ പോയി. ഇതാണ് ഞങ്ങളെടുത്ത റൂം. ക്രോക്ക് കോട്ടേജ് എന്നാണ് ഇതിൻ്റെ പേര്. ഇവരെ തന്നെ സൺ കോട്ടേജ് ഉണ്ട്, സ്റ്റാർ കോട്ടേജ്, ടേർട്ടിൽ, ടോർട്ടോയ്സ്, ക്രോക്ക്, ഇങ്ങനെയാണ് അവരുടെ പേരുകൾ കോട്ടേജിൻ്റെ. അതിൽ ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ളത്, ഒരു ലക്ഷറി ഫീൽ ഉള്ളത് സ്റ്റാർ കോട്ടേജാണ്. അത് കഴിഞ്ഞിട്ടുള്ള ക്രോക്ക്, പിന്നെ സൺ, പിന്നെ ബാക്കിയുള്ള റൂംസൊക്കെ നോർമൽ റൂംസാണ്. അങ്ങനെയാണ് ഞാൻ ബുക്ക് ചെയ്തിരിക്കുന്നത്. ലേക്ക് വ്യൂ ഉള്ള പോലെയാണ്. പക്ഷേ എൻ്റെ റൂമിൽ അങ്ങനെ കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല, ബിക്കോസ് കുറേ പാറക്കല്ലുകളായിരുന്നു എനിക്ക് കാണാൻ പറ്റുന്നുണ്ടായിരുന്നത്. പക്ഷേ സൺ കോട്ടേജ് ബുക്ക് ചെയ്ത ആൾക്കാർക്ക് ഡയറക്റ്റ് വ്യൂ ആയിരുന്നു. അത് നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. ലേക്ക് വ്യൂ അല്ല, സോറി, റിവർ വ്യൂ. തുംഗഭദ്ര റിവറാണ്. അപ്പോൾ അവിടെ സൺ കോട്ടേജ് ആയിരിക്കും ഞാൻ കൂടുതൽ പ്രിഫറൻസ് കൊടുക്കുന്നത്. ഞാൻ നേരിട്ട് കണ്ടതുകൊണ്ട്. എനിക്കറിയില്ലായിരുന്നു, എന്നോട് പറഞ്ഞത് റിവർ വ്യൂ എന്നാണ്. ബട്ട് നന്നായിട്ടുണ്ടായിരുന്നു, ഇല്ല എന്നല്ല. പക്ഷേ വ്യൂ ബാൽക്കണിയിൽ നിന്ന് കൂടുതൽ റിവർ അങ്ങനെ കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ലെന്ന് മാത്രം. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ റൂം ടൂർ. വെറുതെ അങ്ങനെ കണ്ടോളൂ. ഞാൻ അങ്ങനെ വലുതായിട്ടൊന്നും എടുത്തിട്ടില്ല. പക്ഷേ ഒരു ചെറിയ റൂമാണ്. നല്ല വൃത്തിക്ക്, നല്ല മെയിൻ്റെനൻസ് ഒക്കെ നന്നായിട്ടുണ്ട്. പിന്നെ ബാൽക്കണി ഏരിയ ഞാനിപ്പോൾ കാണിച്ചു തരാം. അത് നല്ലൊരു രസമുള്ളൊരു ബാൽക്കണി ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ബാൽക്കണി.
നല്ല രസമുണ്ടായിരുന്നു ബാൽക്കണി കാണാനായിട്ട്. ചുറ്റും പാറക്കല്ലായിരുന്നു എനിക്ക് കൂടുതൽ കാണാൻ പറ്റുന്നത്. റിവർ വ്യൂ എന്ന് പറഞ്ഞിട്ട് റിവർ എനിക്ക് കുറച്ചേ കാണാൻ പറ്റുന്നുണ്ടായിരുന്നുള്ളൂ. പക്ഷെ മറിച്ച് സൺ കോട്ടേജിൽ നിന്ന് പ്രോപ്പർ റിവർ വ്യൂ ആയിരുന്നു. അത് ഞാൻ അവിടെ കയറിയിട്ടുണ്ട്. ആ കോട്ടേജിൽ ഞാൻ കയറി ഗസ്റ്റിനോട് ചോദിച്ചിട്ട് അത് ഞാൻ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അവിടെ ഡയറക്റ്റ് വ്യൂ കിട്ടുന്നതുകൊണ്ട് തന്നെ നല്ല വൈബായിരുന്നു. ഇവിടെയും കൊള്ളാം, അങ്ങനെയല്ല, ഇവിടെയും നല്ല വ്യൂ തന്നെയാണ്. പക്ഷേ കമ്പാരിറ്റീവ്ലി അതിന് കുറച്ചും കൂടി ബെറ്റർ ആയിരുന്നു. അപ്പോൾ ഇതാണ് ഞങ്ങൾക്ക് കിട്ടിയ ബാൽക്കണി. What are you doing? What are you doing? അങ്ങനെ ഞങ്ങൾ വൈകുന്നേരം ആയപ്പോൾ ചായ കുടിക്കാൻ ഇറങ്ങി. റിസോർട്ടിൽ തന്നെ അവിടെ കഫറ്റേറിയ ഉണ്ട്, അവിടെ ചായ കുടിക്കാനുള്ള ഫെസിലിറ്റിയും ഉണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് കുട്ടീനെയും കൊണ്ടുവന്ന് സ്വിമ്മിംഗ് പൂളിൽ ഇറങ്ങണമെന്നുണ്ടായിരുന്നു. അതായിരുന്നു ഇന്നത്തെ ഐറ്റിനറി ഞങ്ങളുടെ. ബേസിക്കലി റിസോർട്ടിൽ തന്നെ നല്ലോണം സ്പെൻഡ് ചെയ്യുക ടൈം എന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ കഫറ്റേറിയൊക്കെ അപ്പോൾ ഇതിൽ കാണിച്ചു തരാം കേട്ടോ. ഇതാണ് ഇവിടുത്തെ സ്വിമ്മിംഗ് പൂൾ. ഭയങ്കര രസമായിരുന്നു കാണാനായിട്ട് കേട്ടോ. ഫോട്ടോയിൽ അത്ര അങ്ങനെ ഭംഗി കിട്ടുന്നില്ല, പക്ഷെ നേരത്തെ നല്ല രസമുണ്ടായിരുന്നു. ഒരു നാച്ചുറൽ വാട്ടർ അവിടെ അവർ പ്രിസർവ് ചെയ്തിട്ട് അതിനൊരു സ്വിമ്മിംഗ് പൂൾ പോലെ ആക്കിയ നല്ല രസമുണ്ടായിരുന്നു അത് കാണാനായിട്ട്. ഞാൻ ഡെഫിനറ്റ്ലി ഈ പ്ലേസ് റെക്കമെൻഡ് ചെയ്യും വരുന്നവർക്ക്. കാരണം ഫുൾ നേച്ചർ വൈബാണ്. ഒരു സിറ്റി ലൈഫൊക്കെ വിട്ട് ഒരു നോ നെറ്റ്വർക്ക് ഏരിയയിലൊക്കെ പോകണം എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഒരു നല്ലൊരു ഫീൽ ഗുഡാണ് ഇതിൻ്റെ ഉള്ളിൽ. അപ്പോൾ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ കഫറ്റേറിയ. ഇതിൻ്റെ ഉള്ളിൽ തന്നെയാണ് ഇവർ ഡിന്നർ, ലഞ്ച് എല്ലാം സെർവ് ചെയ്യുന്നത്, ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം. അപ്പോൾ ചായ കുടിക്കാനുള്ള നേരമായപ്പോൾ ഞങ്ങൾ ഇവിടേക്ക് വന്നു. പിന്നെ അങ്ങനെ തന്നെ റിസോർട്ടൊന്ന് ചുറ്റി കാണാമെന്ന് വിചാരിച്ചു. ഇതാണ് കഫറ്റേറിയയിലത്തെ വ്യൂ. ഇവിടെ കുറേ മങ്കീസ് ഉണ്ട് കേട്ടോ. മങ്കീസിന് ഫുഡ് കണ്ടാൽ പിന്നാലെ തന്നെ കൂടും. കുട്ടികളൊക്കെ സേഫാണ്, കുട്ടികളൊന്നും ഉപദ്രവിക്കില്ല. ഫുഡ്സ് കണ്ടാൽ പിന്നാലെ തന്നെ കൂടും. അതുകൊണ്ട് അത് സൂക്ഷിക്കേണ്ടതാണ്. കഫറ്റേറിയൻ്റെ മുമ്പിലുള്ള ഈ പാത്തുനിന്ന് പോകുമ്പോൾ നമുക്ക് സ്വിമ്മിംഗ് പൂളിന് ഇനിയൊരു വേ ആണ്. ഇവിടെ നിന്നാണ് ആക്ച്വലി സ്വിമ്മിംഗ് പൂളിന് കയറുന്ന വഴി. മറ്റേത് റിസോർട്ടിൻ്റെ ഇനിയൊരു എൻട്രൻസിൽ അവിടെയും ഉണ്ട്. ഞാൻ മോൾക്ക് ഫുഡ് കൊടുക്കുന്നത് കണ്ടിട്ടാണ് ഇവൻ ഇവിടെ വന്ന് നിന്നത്. അവനെ കണ്ടപ്പോൾ മോൾ ഒരുപാട് നല്ലോണം എക്സൈറ്റായിട്ട് കുറേ എക്സ്പ്രഷൻസ് അങ്ങനെ തന്നു. ഞാനത് ക്യാപ്ചർ ചെയ്യണമെന്ന് വിചാരിച്ചു, പക്ഷെ അത് ഞാൻ പ്ലേ ബട്ടൺ പ്രസ് ചെയ്യാൻ മറന്നുപോയി. അങ്ങനെ അതെനിക്ക് കിട്ടിയില്ല. പക്ഷെ അവൻ കുറേ നേരം ഇങ്ങനെ അവളുടെ പിന്നാലെ ഉണ്ടായിരുന്നു കേട്ടോ. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ സൺ കോട്ടേജ്. ഞാൻ പറഞ്ഞിരുന്നല്ലോ ഇവിടെ നിന്ന് വ്യൂ ഇനിയും ബെറ്റർ ആണെന്ന് പറഞ്ഞിട്ട് അത് ഇൻക്ലൂഡ് ചെയ്തതാണ്. ഞാൻ ആക്ച്വലി ഇവിടെ ഗസ്റ്റ് സ്റ്റേ ചെയ്യുന്നുണ്ട്. സോ ഞാൻ അവരതിന് പെർമിഷൻ ചോദിച്ചിട്ടാണ് ഇവിടുത്തെ വീഡിയോ എടുക്കുന്നത്. റൂംസ് ഞാൻ ഇതിൽ കാണിച്ചു തരുന്നില്ല, ഒബ്വിയസ്ലി അവരവിടെ സ്റ്റേ ചെയ്യുന്നതുകൊണ്ട്. ബട്ട് ഇതാണ് പുറത്തിലത്തെ വ്യൂ, അവരുടെ ബാൽക്കണി. ഇവിടെ നിന്ന് നീറ്റ് കാണുമ്പോൾ ഇനി രസമുണ്ടായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു. എനിക്ക് കുറച്ചും കൂടി ഇഷ്ടമായത് ഈ റൂമായിരുന്നു. എനിക്ക് സത്യം പറഞ്ഞാൽ സ്റ്റാർ കോട്ടേജിനെക്കാട്ടിലും കൂടുതൽ ഇഷ്ടമായത് സൺ കോട്ടേജ് ആണ്. താങ്ക് യു. ഇത് അവരുടെ തന്നെ ടെറസ് സൺ കോട്ടേജിൻ്റെ. ഇതിൻ്റെ മേലിൽ നിന്നും സെയിം വ്യൂ തന്നെയാണ്. ഇത് പിന്നെ എല്ലാം കോട്ടേജിനും ഉണ്ട്, ഞങ്ങൾക്കും ഉണ്ട്. ആക്ച്വലി നിലുവാണ് നന്നായി എൻജോയ് ചെയ്യുന്നത്. അവളെങ്ങനെ ആദ്യമായിട്ടാണ് പുറത്ത് കൊണ്ടുവരുന്നത് തോന്നുന്നു. ഈ വേറെ ഇങ്ങനെ ഞങ്ങൾ 3 പേരായിട്ട് വരുന്ന ആദ്യത്തെ ട്രിപ്പ്. യെസ്,
പിന്നെ വൈകുന്നേരമായപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി സ്വിമ്മിംഗ് പൂളിൽ ഇറങ്ങി. നീലുവിന് ഇത് ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ആണ്. പൂളിൽ ഇറക്കാൻ ഒരു പ്ലാനും ഉണ്ടായിരുന്നില്ല, പക്ഷേ ഹസ്ബൻഡിന് ഒരേ നിർബന്ധമായിരുന്നു അവൾ പൂള് എക്സ്പീരിയൻസ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട്. ആദ്യമൊക്കെ ഇങ്ങനെ വല്ലാതെ ഇരുന്ന് കരഞ്ഞിരുന്ന കുട്ടി കുറച്ച് നേരം കഴിഞ്ഞപ്പോഴേക്കും ഫുൾ എക്സൈറ്റഡ് ആയിട്ട് അവളാണ് കൂടുതൽ സ്വിമ്മിംഗ് പൂളിൽ കളിച്ചത്. ഞാൻ വിചാരിച്ചു ഇവള് കളിക്കില്ല എന്ന്. എനിക്ക് പേടിയായിട്ട് ഞാൻ ഇറങ്ങാൻ സമ്മതിച്ചില്ല. പക്ഷേ വിഷ്ണുവിന് ഭയങ്കര നിർബന്ധമായിരുന്നു അവൾ ഇത് എക്സ്പീരിയൻസ് ചെയ്യണമെന്ന്. കുറച്ച് കഴിഞ്ഞപ്പോൾ നല്ലോണം കളിക്കാൻ തുടങ്ങി അവൾ. ഇങ്ങനെ മെല്ലാണ് ആദ്യം ഞങ്ങൾ ഇവളെ ഇറക്കിയത്. ഭയങ്കര കരച്ചിലായിരുന്നു ആദ്യം. പിന്നെ അവൾ അച്ഛൻ കളിക്കുന്നത് കണ്ടപ്പോൾ പിന്നെ അവൾക്ക് ഇറങ്ങണം എന്നായിപ്പോയി. I felt so good seeing her enjoying this more than us. I really felt happy. പിന്നെ അവളൊന്ന് കുളിച്ചിങ്ങനെ ഇറങ്ങി. പിന്നെ ഞങ്ങളുടെ ഡിന്നർ ടൈമായി. ഞങ്ങൾ നിയർ ബൈ തന്നെ ലാഫിംഗ് ബുദ്ധ റെസ്റ്റോറൻറ്റ് എന്ന് പറഞ്ഞിട്ട് വളരെ ഫേമസ് ആയിട്ടുള്ള റെസ്റ്റോറൻറ്റ് ഉണ്ടായിരുന്നു ഹംപിയിൽ തന്നെ. അപ്പോൾ അതിൽ ഇന്ന് എക്സ്പ്ലോർ ചെയ്യാമെന്ന് വിചാരിച്ചു. പക്ഷെ ഞങ്ങൾ പോയ സമയത്ത് ഒരു ക്രൗഡും ഉണ്ടായിരുന്നില്ല. ലിറ്ററലി ഞങ്ങൾക്ക് മാത്രമായിട്ട് ബുക്ക് ചെയ്തതാണ് എൻറ്റയർ റെസ്റ്റോറൻറ്റ് എന്ന് തോന്നിപ്പോയി. അങ്ങനെ ക്രൗഡേ ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് പിന്നെ ഒരു വിധത്തിൽ അഡ്വാൻറ്റേജും ആയിരുന്നു. മോള് നല്ല ഉറക്കമായിരുന്നു. അപ്പോൾ അവളെ അവിടെ തന്നെ കിടത്തിയിട്ട് ഞങ്ങൾ ഞാൻ ഓർഡർ ചെയ്തത് പാസ്ത, പിന്നെ ജിഞ്ചർ ടീ, ആൻഡ് മൈ ഹസ്ബൻഡ് ഓർഡേഡ് ലെമൺ ടീ. അത്രയേ ഉള്ളൂ. ബിക്കോസ് അവിടെ ആരും ഇല്ലാതെ കണ്ടപ്പോൾ തന്നെ ഞങ്ങൾക്ക് എന്തെങ്കിലും ഓർഡർ ചെയ്താൽ പഴയ ഫുഡായിരിക്കും കിട്ടുന്നതെന്നുള്ള പേടിച്ചിട്ടാണ് ഞങ്ങൾ ഓർഡർ ചെയ്തത് തന്നെ. ബട്ട് നല്ല റിവ്യൂസ് ഉണ്ടായിരുന്നു കേട്ടോ റെസ്റ്റോറൻറ്റിന്, നല്ല റിവ്യൂസ് ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ റൂമിലേക്ക് തിരിച്ചു പോയി. അപ്പോൾ ഇതാണ് എൻ്റെ ഹംപി ഡേ 1. അപ്കമിങ് ഡേയ്സിൽ ഞാൻ എന്താ ചെയ്തതെന്ന് ഉടൻ തന്നെ ഇടുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഓക്കെ, പിന്നെ കാണാം. ബൈ.